ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ കണ്ണു തുറന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ആകെ മൊത്തൊരു മൂടിക്കെട്ടിയ അവസ്ഥ. പക്ഷെ എന്താണെന്നറിയില്ല, ചില ദിവസങ്ങളിൽ എനിക്ക് ഈ മൂടിക്കെട്ടിയ അവസ്ഥ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഏട്ടൻ കൂടി വീട്ടിലുണ്ടെങ്കിൽ. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഈ മൂടിക്കെട്ടിയ അവസ്ഥ കാണുമ്പോൾ അപ്പം ഡ്രൈവിന് പോകാൻ തോന്നും. പല്ലൊന്നും തേക്കില്ല, നേരെ അങ്ങോട്ട് ഇറങ്ങണം. ഏട്ടാ എണീക്കെന്ന് പറഞ്ഞിട്ട് വിളിച്ചുണർത്തി ഏട്ടനെ കൊണ്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഏട്ടൻ വണ്ടി ഓടിക്കുമ്പോൾ സൈഡ് സീറ്റിലിരുന്നിട്ട് ടിമ്മിന്നൊരു കോഫിയൊക്കെ എടുത്ത് ഇന്നൊരു മഫിനും കൂടി അതൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴിച്ച് കാഴ്ചയൊക്കെ കണ്ടു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ ഡ്രൈവിന് പോകുമ്പോൾ ഞങ്ങൾ അമ്മമ്മേനെയും നൈനുനെയും കൂട്ടിയില്ല. കാരണം അവർ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി എവിടേക്കോ എത്തി. ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീടെത്തിയത്. അങ്ങനെ തിരിച്ച് വീടൊക്കെ എത്തി ഏകദേശം ഉച്ചയായപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങി. അമ്മാമ്മയാണ് ഇന്ന് വിഭവസമൃദ്ധമായ ഫുഡൊക്കെയാണ് കേട്ടോ ലഞ്ചിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്തൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഏട്ടൻ വീട്ടിലുള്ള ദിവസം ഏട്ടൻ പൊരിച്ചു തരുന്ന ഓംലെറ്റ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ചോറിറങ്ങില്ല. അങ്ങനെ ഞങ്ങളുടെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് എരിശോരി ഉണ്ടായിരുന്നു, പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു, തീയലുണ്ടായിരുന്നു. എല്ലാത്തിനും പുറത്ത് എൻ്റെ ഫേവറേറ്റ് നെല്ലിക്ക അച്ചാർ, പിന്നെ ഏട്ടൻ്റെ ഓംലെറ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ട് വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാലാവസ്ഥ എല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്, ഒരു മൂടിക്കെട്ടലവസ്ഥ. എനിക്കാണ് പുറത്ത് ഈ മൂടിക്കെട്ടലവസ്ഥ വരുമ്പോൾ ക്രിസ്മസ് സമയം കൂടിയാണെങ്കിൽ ഈ ലൈറ്റ് മിന്നിച്ചില്ലല്ലോ ഒരു സമാധാനം ഉണ്ടാവില്ല. ഈ ഒരു അണഞ്ഞ കാലാവസ്ഥയിൽ ലൈറ്റ് ഇങ്ങനെ മിന്നുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഇത് ലൈറ്റ് ഇടൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ അകത്തേക്ക് പോവുകയാണ് എൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി. ഏട്ടനാണ് എത്ര പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലഞ്ചാണ് കഴിക്കുന്നതിന് ലഞ്ച് കഴിക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നില്ല. ഏകദേശം വൈകുന്നേരമായ ഒരു അവസ്ഥയാണ് പുറത്തെ കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കർട്ടനൊക്കെ ഇട്ട് ഒരു ഡിന്നർ വൈബിലാണ് ലഞ്ച് കഴിച്ചത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് ഞങ്ങളുടെ ഈ ദിവസം നല്ല അടിപൊളിയായിട്ട് പോയി. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.